യുവവാണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ രണ്ടംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രാഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രാഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ, 3 പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. ആദ്യം ഞാൻ ആര്യ. ഞാൻ അനുഗ്രഹ. ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത് അരുൺ കൊറിയോഗ്രാഫറാണ്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോ 2 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ എങ്കിലും നമ്മൾ അവരുടെ പേരൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണമല്ലോ. പറയാം. സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു. അങ്ങനെ ഇത്രയും പേരാണുള്ളത്. അനുഗ്രഹ ഇത്രയും കാലം ഇവിടെ ഡാൻസ് ചെയ്തു. അപ്പം മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം അതിവിടെ വന്ന് ചേർന്നപ്പോൾ ഉള്ളൊരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ 2 മാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഡാൻസ് ക്ലാസ്സിലോട്ടാക്കി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന് ആക്കിയപ്പം അമ്മ അച്ഛനും പറഞ്ഞത് ഇവിടെ നല്ല രീതിയിൽ നിന്ന് ഡാൻസൊക്കെ പഠിച്ച് അങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഡാൻസ് ക്ലാസ്സാണ്, ആദ്യം പഴയതായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഇവിടെ നിന്ന് ഇത്ര നാളെ നിൽക്കണം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ 2 മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നില്ല, 1 മാസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വന്നപ്പം. അത് കഴിഞ്ഞപ്പോഴാണ് വേറെ അരുൺ ചേട്ടൻ വന്നത്. അങ്ങനെ അവിടെ നിന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇതാണ്, നല്ലോണം ഡാൻസ് ക്ലാസ്സിൽ നിൽക്കണം എന്നുള്ളത്. അപ്പം എന്ത് പ്രായമുണ്ട്? എനിക്കപ്പോൾ 7 അങ്ങനെ എന്തോ ഞാൻ പഠിക്കണമായിരുന്നു അപ്പോഴായിരുന്നു. അപ്പം അച്ഛനമ്മയും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ നിർത്തിയിട്ട് അവർ പോയപ്പോൾ അത് കഴിഞ്ഞ് എന്നെ ഓരോരുത്തരും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നെ പഠിപ്പിച്ചതും എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ വേറെ ഗൂഗിൾ മാസ്റ്റർ വന്നിട്ട് ചേട്ടനായാലും എല്ലാവരോടും ഇങ്ങനെ പറയും, പഠിപ്പിക്കുക, പുതിയ കൊച്ചാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര പുതിയ കുട്ടിയാണ്, പയ്യെ പഠിച്ചാൽ മതി എന്നൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. എല്ലാവരും ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒറ്റ ഇതായിരുന്നു ഞങ്ങൾ. അപ്പൊ അതിനു മുൻപ് ഡാൻസ് പഠിച്ചിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കലായിട്ട്? ക്ലാസിക്കൽ, സിനിമാറ്റിക്. ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ. ശരി. ആര്യൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും? അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം നല്ല അനുഭവങ്ങളാണ്. എല്ലാം മറക്കാനാവാത്ത. അപ്പോൾ ഈ വൈപ്പിനിൽ ഉണ്ടായിരുന്ന ഒരു വൈപ്പിനിൽ മാത്രം നിന്നിരുന്ന ഒരു ഡാൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡാൻസേഴ്സ്, നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ഈ ഒരു കേരളം മുഴുവൻ, എന്നിട്ട് കേരളത്തിന് പുറത്തും ആളുകൾ നിങ്ങളെ അറിഞ്ഞു തുടങ്ങി അല്ലേ? ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഞാൻ പറയാം അതിനെ കുറിച്ച്. പറഞ്ഞോളൂ. സോഷ്യൽ മീഡിയ ഞാനാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ, ഈ അസ്ത്രയുടെ. അപ്പോൾ ഇറ്റലിയിൽ നിന്നൊക്കെ മെസ്സേജ് വരും. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് അത് അറിയില്ലല്ലോ. അപ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മെസ്സേജ് ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ രാത്രി ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടാണ് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കോൾസ് വരുന്നുണ്ട്, പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ കോൾസ് വരുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഇവരുടെ കുട്ടികളുടെ ഓരോരുത്തരുടെ കാര്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ചേട്ടനും ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഒരു മന്ത്ലി അത്യാവശ്യം ഇവർക്കൊരു സാലറി പോലെ ഇവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ മുതൽ നമ്മളുടെ ബാച്ചുള്ള സമയത്ത് മുതൽ പ്രോഗ്രാം കഴിഞ്ഞാലും എല്ലാവരും പേയ്മെൻറ്റുകളുടെ കേസിൽ ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുത്താൽ ചെയ്യിക്കുന്നത്.
അപ്പോൾ ഇവർക്കൊന്നും വലുത് ആദ്യമേ ഒന്നും ഉണ്ടായിരുന്നില്ല, പേയ്മെൻ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടിട്ട്. ഇപ്പം ഡിഗ്രിക്കാരൊക്കെ ആയ പിന്നെ വലിയ കുട്ടികളായ പിന്നെ ചേട്ടൻ എല്ലാവർക്കും പേയ്മെൻറ്റുകൾ അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് മാസം ഒരു കിട്ടുന്നുള്ള രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്. അതുപോലെ അവർ കഷ്ടപ്പെടുന്നുണ്ട്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമുക്കൊരു തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്. അതിന് ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഹാപ്പി അല്ലേ? എല്ലാവരും വീട്ടുകാർക്കും കൂടുതൽ കുറച്ചുകൂടി ഹെൽപ്പായി ഇവരെ കൊണ്ടിട്ട് തന്നെ. ഇപ്പോൾ കുറേ പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ഇത് ചെയ്ത സമയത്ത് നമ്മളെ കുറേ പേര് കളിയാക്കിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ കുട്ടികൾ മത്സരങ്ങളിൽ കളിക്കാൻ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങളോട് ഡയറക്റ്റ് ചോദിച്ചാണ് കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കണതെന്ന് നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇവർ ഗ്രൂപ്പായിട്ടൊന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. നമ്മുടെ കുട്ടികൾ ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കാരണം ഇവരുടെ എനർജി അതുപോലെയുള്ള എനർജിയാണ് ഇവർ കളിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള ടീമുകളിലൊന്നും നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ സമയത്തൊന്നും അങ്ങനത്തെ എനർജിയിൽ വേറെ ടീം കളിക്കണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ അത് വോയിസൊക്കെ ഇടുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ച് തരുന്നുണ്ട് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ അതുപോലെയാണ്, വളരെ എനർജറ്റിക് ആണ് ഈ കുട്ടികൾ. അതെ, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഇവരെ കൊണ്ട് പതിയെ ചെയ്യിക്കണ പരിപാടി ഒന്നുമില്ല. സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ഡബിള് പ്രാക്ടീസിൽ കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ അതിൻ്റെ കുറച്ചെങ്കിലും 50% നമുക്ക് സ്റ്റേജിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പം അതിൻ്റെ റിസൾട്ട് സ്റ്റേജിൽ കാണാനുണ്ട്. അപ്പം അത് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കുന്നത് അത്രയും കഷ്ടപ്പെട്ട് കളിച്ച് നേടിയെടുക്കുന്നത് അങ്ങനെയല്ല. അത് പെൺകുട്ടികളാണെന്നും കൂട്ടി നമ്മൾ നോക്കണ്ടേ. അതുപോലെ നോക്കാണ്ട് പറയുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യമേ. പിന്നെ ചേട്ടൻ തന്നെ പറയണവർ പറയട്ടെ, പ്രശ്നമില്ല. നമ്മുടെ ഇപ്പോൾ എത്ര നാൾ പറയും, പക്ഷെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ നമുക്കതുകൊണ്ട് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ 100% അറിയാം. കുട്ടികളുടെ വീട്ടുകാർക്കും അറിയാം. ഞങ്ങൾ അതുപോലെയാണ് ഇവരെ കൊണ്ടുവന്ന് നടക്കുന്നത്. ഇപ്പോൾ ഈ 18 പിള്ളേരെ ഞങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്നത് അതുപോലെയാണ്. അവർക്ക് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ വിശ്വാസമാണ്. ഇതുവരെ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ നെഗറ്റീവായിട്ട് നമ്മൾ വരാനായിട്ടൊരു ഇത് വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒന്ന് മുഖം മാറി കാണുമ്പോൾ ചോദിക്കും, എന്തായി തെറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാ? ഒരു കുടുംബം പോലെയാണ്. ചോദിക്കും എപ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കും. എല്ലാ ദിവസവും പ്രാക്ടീസ് കഴിയുമ്പോഴാണെങ്കിലും പ്രോഗ്രാം കഴിയുമ്പോഴാണെങ്കിലും ചേട്ടൻ ഇതെല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യുന്ന ആളാണ്. ഡയറക്റ്റ് പറയില്ല. എന്നിട്ട് എന്നോട് ചോദിക്കും, എന്നാക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് സംസാരിച്ച കേട്ടെന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറയണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം ചേട്ടയിലുണ്ടാവും. അപ്പോൾ നമ്മളത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് പ്രശ്നങ്ങളില്ല. ഇയാളുടെ കുറ്റം മറ്റുള്ളവരോട് ചോദിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റ് ചോദിക്കുക. ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളോട് തുറന്ന് പറയാൻ കാര്യങ്ങൾ. അതാണ് നമ്മുടെ വിജയം. എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ് നമ്മുടെ വിജയം. കാരണം ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറയും. അല്ലാണ്ട് മറിച്ച് വെക്കണ പരിപാടിയൊന്നുമില്ല. അത്ര ക്ലോസ് ആണ്, എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആണ്. ഞങ്ങൾ തമ്മിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും. ആണല്ലേ? നമ്മൾ വൈറലായ പെർഫോമൻസിന് മുന്നേ തന്നെ നമ്മൾ ഈ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണെന്ന് ആൾക്കാർ പതിയെ അറിഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയില്ലാത്തതുകൊണ്ട് ചിലത് നമുക്ക് ടീമുകളെ എടുക്കില്ല. വലിയ ഇപ്പോൾ അത്യാവശ്യം നല്ല ടീമുകൾ കളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ സ്പേസ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ദിലീപ് പറവൂരുള്ള കോർഡിനേറ്ററാണ്. അപ്പോൾ ആളാണ് നമുക്ക് കൂടുതലും വേദികളിലോട്ട് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കളിക്കാനായിട്ടുള്ള സ്പേസ് ഒരുക്കി തന്നത് പുള്ളിയായിരുന്നു. പുള്ളി ത്രൂ നമുക്ക് അത്യാവശ്യം നല്ല വേദികൾ കിട്ടി, നമ്മൾ പെർഫോം ചെയ്തു. ആള് അത്യാവശ്യം നല്ല മത്സരങ്ങളിൽ ഞങ്ങളോട് പോലും പറയാണ്ട് പുള്ളി പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചെന്നാൽ മതി, അവിടെ ചെന്ന് നമ്മൾ പെർഫോം ചെയ്യാം. എല്ലാ വിജയത്തിനും പിന്നിലും കുറച്ച് വെല്ലുവിളികളും അല്ലെ, കുറച്ച് സങ്കടങ്ങളും കുറച്ച് കഠിനാധ്വാനവും ഒക്കെ ഉണ്ട്. കുറച്ചല്ല, വളരെ കൂടുതൽ കഠിനാധ്വാനം ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. എനിക്ക് വന്ന് അസ്ത്രേ ചേരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? വേറൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം ഇൻസ്റ്റലിൽ ഉണ്ട്. ഡയറക്റ്റ് വിളിക്കാൻ വരാം. അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എത്ര പെട്ടെന്ന് കളിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് കളിക്കാം. അതാണ് ഇനി ചേരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അതെ, ഞങ്ങളെപ്പോഴും ആർക്ക് വേണമെങ്കിലും വരാം. നമുക്ക് അങ്ങനെ ഏജിന് പ്രോബ്ലം ഒന്നുമില്ല. എത്ര വയസ്സാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും വരാം.
പഴയ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ വന്ന് കളിക്കാം, ഇന്ന ആൾക്ക് കളിക്കാൻ പറ്റുള്ളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വരാൻ പഠിക്കാം. അങ്ങനെയുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞവരെല്ലാം ഉണ്ടോ? ഇല്ല, പ്രായം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. പ്രായം കഴിഞ്ഞവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് നമ്മൾ കാണുന്നത്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ ആ പ്രായം കഴിഞ്ഞവരും അവിടെ അസ്ത്രയിലുണ്ടോ? ഉണ്ട്. പ്രായം കഴിഞ്ഞവർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ബാച്ചിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്, പിന്നെ അവരുടെ പാരന്റ്സ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെ ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ, റെഗുലർ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ പ്രോഗ്രാമിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ക്ലാസ്സുകളെല്ലാം ഒതുക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രോഗ്രാം മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്. ഇനി എന്താ ഭാവി പരിപാടി നിങ്ങളുടെ 3 പേരുടെ, പിന്നെ അസ്ത്രയുടെ? 3 പേരും പറഞ്ഞോളൂ ഈ ചോദ്യത്തിന് ഉത്തരം. ഭാവി പരിപാടി എന്ന് വെച്ചാല് ആര്യാണ് കേട്ടോ പറയുന്നത്. അയ്യോ, പറഞ്ഞു. ഭാവി പരിപാടി എന്ന് വെച്ചാൽ ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ജോലി ചെയ്യണം, അതല്ലാണ്ട് എനിക്കൊരു ഡാൻസ് ക്ലാസ് ഇടണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഭാവി പരിപാടി. ശരി, എൻ്റെ അതൊക്കെ തന്നെയാണ്. ഇപ്പം ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. ടീച്ചറായി ഡാൻസ് എന്നും കൂടെ ഉണ്ടാവണം, കൂടെ നിർത്തും അങ്ങനെ. ശരി, എന്താണ് സർ അസ്ത്രയെ എങ്ങോട്ട് എത്തിക്കണം? അസ്ത്ര എന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. പുതിയ കുട്ടികൾ വരും, എല്ലാവരുമായിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു സക്സസ്സിലോട്ട് എത്തണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ചേട്ടനും ഞങ്ങൾക്ക് ആദ്യമേ ഇതുപോലെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ആദ്യം സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ച് ഈ ഡാൻസിന്റെ രൂപങ്ങളും ഒക്കെ മാറുകയാണല്ലോ. ഇപ്പൊ തന്നെ കൈകൊട്ടി കളി മുൻപുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഈ ഡാൻസ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമോ? വേറെ പല രൂപത്തിലാക്കി വരുമോ? പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഓഡിയൻസിന് വേണ്ടത് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ജനങ്ങളെ എന്തോരം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും അത് നമ്മൾ ചെയ്യും. ഞങ്ങളത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു പ്രോഗ്രാം കണ്ടിരിക്കുമ്പോൾ ബോറടിക്കണമെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നരുത്. ഇപ്പം നമ്മൾ പുറത്ത് പ്രോഗ്രാം ഇങ്ങനെ കാണാൻ പോകുമ്പോൾ നമ്മൾ തീരണില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാവുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പരമാവധി നമ്മളുടെ പെർഫോമൻസിൽ അങ്ങനെ ഒരു ബോറടി വരുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഓരോ തവണ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതിൽ കലാഭമണി ചേട്ടൻ്റെ ഓർമ്മ ദിവസം വരുന്നല്ലേ മാർച്ച്, അപ്പോൾ അത് ഞങ്ങളൊരു കലാഭമണി ചേട്ടൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മളുടെ സോങ്ങിൻ്റെ ഇടയിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് വന്നൊരു പെർഫോമൻസ് ആയിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് വെറൈറ്റികൾ ഞങ്ങളുടെ പെർഫോമൻസിലുള്ളത് കൊണ്ടിട്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ശരി, ഇപ്പൊ ഈ ഒരു വേദിയിൽ കാണാൻ വന്നവർ വേറെ വേദിയിൽ കാണാൻ വരാറുണ്ടോ? തീർച്ചയായിട്ടും കുറെ പേര് വരാറുണ്ട്. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയും. തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടുമിക്ക ഇന്നലെ നടന്ന പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ ആ തൃശ്ശൂർ ഒരു 10-25 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇന്നലെ ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി വിളിച്ച് അവർ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട്. വന്ന് കളി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത്. അത് ഇന്നലെ നമുക്ക് തൃശ്ശൂരായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ സൈഡ് ചാവക്കാട് സൈഡിൽ നിന്നാണ് അവർ വണ്ടി വിളിച്ച് വന്നത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 10-30 കിലോമീറ്ററോളം വന്നിട്ടാണ് പ്രോഗ്രാം കണ്ടത്. അതുപോലെ തന്നെ ഒരു വേദിയിൽ കാണാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ വിളിക്കുന്നത് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടേക്ക് വരുന്നുണ്ട്, കളി കഴിഞ്ഞ് ഞങ്ങളെ കണ്ട് പിള്ളേരെ കണ്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാ വേദിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെ സ്ഥിരം കാഴ്ചക്കാരും ഉണ്ട്. അതെ 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 അതെ. അസ്ത്രയുടെ പേരിലാണ് നിങ്ങൾ 3 പേരും ഇന്ന് ആകാശവാണിയിൽ വന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ, അതുപോലെ തന്നെ അസ്ത്രയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള എന്നാൽ ഇവിടെ ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അപ്പോൾ നന്ദി, സന്തോഷം. താങ്ക് യു. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. കാരണം ഇതിന് ആശാമാർ തന്നെയാണ്, പണ്ടുള്ള ആശാമാർ തന്നെയാണ് ഇപ്പോൾ പല ടീമുകളെയും പഠിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ മത്സരങ്ങളിലാണ് വേദികളിൽ വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ടീമുകളും പണ്ടത്തെ പൊലിമ മാറാതെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഓഡിയൻസിൻ്റെ അതിൽ ഭാരവാഹികളുടെ
പറയുന്നതിനനുസരിച്ചിട്ടാണ് ചിലവർ അത് മാറ്റി കുറച്ചുകൂടി ഈ ജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റി ചെയ്യിക്കുന്നത്. പാട്ടുകളിൽ മാറ്റം വരുന്നതും അതുപോലെ ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടി സ്പീഡാക്കുന്നത്. പണ്ട് എങ്ങനെയാണോ നമ്മൾ കളിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ഇപ്പോഴും പാടി കളിക്കുന്ന മത്സരങ്ങൾ ഇപ്പോഴും തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളത് കഴിഞ്ഞ സീസണിലൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമാണ്, കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കളി. അപ്പോൾ അതുപോലെയുള്ള ആശാന്മാർ ഇപ്പോഴും പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്ന ടീമുകളിലും കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അത് കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ പതിയെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്നതും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പഴയത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ രണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അത് ഒരു ആൾക്കാരെ അംഗീകരിക്കുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 94475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.